ആവർത്തന പട്ടികയുടെ പിതാവ് ആര്? ദിമിത്രി മെൻഡലിയേവ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലിയേവ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനമെന്ത്? അറ്റോമിക് സംഖ്യ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മൂലകത്തിന്റെ സകല ഗുണങ്ങളും കാണിക്കുന്ന അതിസൂക്ഷ്മ കണം. ആറ്റം. ഒരു മൂലകത്തിന്റെ സകല ഗുണങ്ങളും കാണിക്കുന്ന അതിസൂക്ഷ്മ കണമാണ് ആറ്റം. ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാമുള്ള ഏറ്റവും ചെറിയ കണിക. തന്മാത്ര. ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ആവർത്തന പട്ടികയിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന കോളങ്ങൾക്ക് പറയുന്ന പേര്. ഗ്രൂപ്പുകൾ. ആവർത്തന പട്ടികയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. അണുസിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ജോൺ ഡാൾട്ടൺ. അണുസിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ. ഐസോടോപ്പുകൾ. തുല്യ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ. ഐസോടോണുകൾ. തുല്യ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ ഐസോടോണുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ. ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. 1908 രസതന്ത്ര നോബൽ ലഭിച്ച ഇദ്ദേഹമാണ് ആറ്റത്തിന്റെ ആദ്യകാല മാതൃക തയ്യാറാക്കിയവരിൽ ഒരാൾ. ആരാണ് ഇദ്ദേഹം? ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 രസതന്ത്ര നോബൽ ലഭിച്ച ആറ്റത്തിന്റെ ആദ്യകാല മാതൃക തയ്യാറാക്കിയവരിൽ ഒരാളാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ വിളിക്കുന്ന പേര്. ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ. പ്രോട്ടോണുകൾ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ. ഇലക്ട്രോണുകൾ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഇലക്ട്രോണുകൾ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങൾ. ന്യൂട്രോണുകൾ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോണുകൾ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തിന് പറയുന്ന പേര്. മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തിന് പറയുന്ന പേര് മാസ് നമ്പർ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ എന്നറിയപ്പെടുന്നു. ഏറ്റവും ലളിതമായ ഘടനയുള്ള ആറ്റം. ഹൈഡ്രജൻ. ഏറ്റവും ലളിതമായ ഘടനയുള്ള ആറ്റമാണ് ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം. ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് പേര് നൽകിയ ഗവേഷകൻ. ആന്റൺ ലാവോസിയെ. ഹൈഡ്രജന് പേര് നൽകിയത് ആന്റൺ ലാവോസിയെ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം. ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ.
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ഓക്സിജന് പേര് നൽകിയത്. ആന്റൺ ലാവോസിയെ. ഓക്സിജന് പേര് നൽകിയത് ആന്റൺ ലാവോസിയെ. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. 3 ഓക്സിജൻ ആറ്റം ചേർന്നുണ്ടാകുന്ന തന്മാത്രയുടെ പേര്. ഓസോൺ. 3 ഓക്സിജൻ ആറ്റം ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഓസോൺ. സൂര്യനിൽ ഊർജമുണ്ടാകുന്ന രാസപ്രവർത്തനത്തിന്റെ പേര്. ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഊർജമുണ്ടാകുന്ന രാസപ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൺ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ദുർബലമായ ബലം. ഗുരുത്വാകർഷണ ബലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭൗമ ഉപരിതലത്തിൽ ഒരു വസ്തുവിൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നത് വസ്തു എവിടെ ആയിരിക്കുമ്പോഴാണ്? ധ്രുവങ്ങളിൽ. ഭൗമ ഉപരിതലത്തിൽ ഒരു വസ്തുവിൽ ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നത് വസ്തു ധ്രുവങ്ങളിൽ ആയിരിക്കുമ്പോഴാണ്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം എത്ര? 0. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് 0. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ധ്രുവങ്ങളിൽ. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്. ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്? 1-ാം ചലന നിയമം. ന്യൂട്ടന്റെ 1-ാം ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ പിറകോട്ട് വീഴാൻ തുടങ്ങുന്നതിന് കാരണം. നിശ്ചല ജഡത്വം. നിശ്ചല ജഡത്വം കാരണമാണ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് മുന്നോട്ടെടുക്കുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ പിറകോട്ട് വീഴാൻ തുടങ്ങുന്നത്. ജല ഉപരിതലത്തിൽ ചെറുപ്രാണികൾ തിരശ്ചീനമായി വയ്ക്കുന്ന ബ്ലേഡുമൊക്കെ മുങ്ങിപ്പോവാതിരിക്കാൻ കാരണമാവുന്ന ബലം. പ്രതല ബലം. ജല ഉപരിതലത്തിൽ ചെറുപ്രാണികളും തിരശ്ചീനമായി വയ്ക്കുന്ന ബ്ലേഡുമൊക്കെ മുങ്ങിപ്പോവാതിരിക്കാൻ കാരണമാകുന്നത് പ്രതലബലം കാരണമാണ്. വെള്ളത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലം ഏത്? പ്ലവക്ഷമ ബലം. വെള്ളത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നത് പ്ലവക്ഷമ ബലം കാരണമാണ്. ഗ്ലാസ്സിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിക്കാൻ കാരണമായ ബലം ഏത്? അഡ്ഹീഷൻ ബലം. ഗ്ലാസ്സിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിക്കുന്നത് അഡ്ഹീഷൻ ബലം കാരണമാണ്. മനുഷ്യനിൽ ശബ്ദം ഉണ്ടാകാൻ കമ്പനം ചെയ്യുന്ന ശരീരഭാഗത്തിന് പറയുന്ന പേര്. ലാരിങ്സ്. മനുഷ്യനിൽ ശബ്ദമുണ്ടാകാൻ കമ്പനം ചെയ്യുന്ന ശരീരഭാഗത്തിന് പറയുന്ന പേരാണ് ലാരിങ്സ്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ശബ്ദത്തിന് ഏറ്റവും അധികം വേഗത ഏത് അവസ്ഥയിൽ? ഖരം. ഖരാവസ്ഥയിലാണ് ശബ്ദത്തിന് ഏറ്റവും അധികം വേഗത. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫോട്ടോൺ. പ്രകാശത്തിന്റെ അടിസ്ഥാന കണമാണ് ഫോട്ടോൺ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ക്രിസ്ത്യൻ ഹൈജൻസ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ക്വാണ്ടം സിദ്ധാന്തത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ. മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തത്തിന് രൂപം നൽകിയത് മാക്സ് പ്ലാങ്ക്. വൈദ്യുതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹിപ്പോക്രാറ്റ്സ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ് ഹിപ്പോക്രാറ്റ്സ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്.
പത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനം ഇമ്മ്യൂണോളജി. രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനം ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ. ഇമ്മ്യൂണോളജിയുടെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എഡ്വേർഡ് ജെന്നർ. വാക്സിനേഷന്റെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേര്? എപ്പിഡെമിക് രോഗങ്ങൾ. ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എപ്പിഡെമിക് രോഗങ്ങൾ. വൻകരകളിൽ നിന്ന് വൻകരകളിലേക്കോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേര്? പാൻഡമിക് രോഗങ്ങൾ. വൻകരകളിൽ നിന്ന് വൻകരകളിലേക്കോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പാൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നു. സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത്? എൻഡമിക് രോഗങ്ങൾ. ആശുപത്രികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത്? നോസോകോമിയൽ രോഗങ്ങൾ. ആശുപത്രികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് നോസോകോമിയൽ രോഗങ്ങൾ. കാഡ്മിയം വിഷബാധ കാരണമുണ്ടാകുന്ന രോഗം? ഇതായ് ഇതായ്. കാഡ്മിയം വിഷബാധ കാരണമുണ്ടാകുന്ന രോഗമാണ് ഇതായ് ഇതായ്. മെർക്കുറി വിഷബാധ കാരണമുണ്ടാകുന്ന രോഗം? മീനമാത. മെർക്കുറി വിഷബാധ കാരണമുണ്ടാകുന്ന രോഗം മീനമാത. എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, മീസിൽസ്, റാബീസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നത്? വൈറസ്. എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, മീസിൽസ്, റാബീസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നത് വൈറസ് ആണ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. കുഷ്ഠരോഗത്തിന് കാരണമാകുന്നത്? കുഷ്ഠരോഗത്തിന് കാരണമാകുന്നത് എൻഡമിക്. കുഷ്ഠരോഗത്തിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയ ലെപ്രെ. പ്ലേഗ് പരത്തുന്ന രോഗാണ്? യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് പരത്തുന്ന രോഗാണു യെർസീനിയ പെസ്റ്റിസ്. കോളറ രോഗത്തിന് കാരണമാകുന്ന രോഗാണു? വിബ്രിയോ കോളറ. കോളറ രോഗത്തിന് കാരണമാകുന്ന രോഗാണ് വിബ്രിയോ കോളറ. ടെറ്റനസ് രോഗത്തിന് കാരണമാകുന്നത്? ക്ലോസ്ട്രീഡിയം ടെറ്റിനി. ടെറ്റനസ് രോഗത്തിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റിനി. എയ്ഡ്സിന് കാരണമാകുന്ന രോഗാണു? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സിന് കാരണം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു? വെരിസെല്ല സോസ്റ്റർ വൈറസ്. ചിക്കൻ പോക്സിന് കാരണം വെരിസെല്ല സോസ്റ്റർ വൈറസ്. വസൂരിക്ക് കാരണമാകുന്ന വൈറസ്? വെരിയോള വൈറസ്. വസൂരിക്ക് കാരണം വെരിയോള വൈറസ്. സാർസ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്? കൊറോണ വൈറസ്. സാർസ് രോഗത്തിന് കാരണം കൊറോണ വൈറസ്. മലേറിയ രോഗത്തിന് കാരണമാകുന്നത്? പ്ലാസ്മോഡിയം വൈവാക്സ്. മലേറിയ രോഗത്തിന് കാരണം പ്ലാസ്മോഡിയം വൈവാക്സ്. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ്? H5N1 വൈറസ്. പക്ഷിപ്പനിക്ക് കാരണം H5N1 വൈറസ്. പന്നിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് H1N1. പന്നിപ്പനിക്ക് കാരണം H1N1. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസ്? ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ്. ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ്. സാർസ് രോഗം ബാധിക്കുന്ന അവയവം? ശ്വാസകോശം.
സാർസ് രോഗം ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. റാബിസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹൈഡ്രോഫോബിയ. റാബിസ് അറിയപ്പെടുന്നത് ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നു. പോളിയോ രോഗം ബാധിക്കുന്നത് എന്തിനെ? നാഡീവ്യവസ്ഥയെ. പോളിയോ രോഗം ബാധിക്കുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവമാണ് കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരൾ. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗം. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് എബോള.